ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇനി ബിടെക് കമ്പ്യൂട്ടർ സയൻസിന് സ്കോപ്പ് ഉണ്ടോ, അതിൻ്റെ കാലം കഴിഞ്ഞില്ലേ എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ AI കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബൂം ഉണ്ടാവാൻ പോകുന്ന രണ്ട് എഞ്ചിനീയറിംഗ് ഫീൽഡ്സ് എന്നുള്ളത് ഒന്ന് കമ്പ്യൂട്ടർ സയൻസും രണ്ട് ഇലക്ട്രോണിക്സുമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാലം മേ ബി ഒരു ബിടെക് കമ്പ്യൂട്ടർ സയൻസുകാർ ചെയ്തിരുന്ന ഒരു ജോലി, അതൊരു നോർമൽ ഒരു വെബ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, അത് ചെയ്യാൻ വേണ്ടി ഒരു ബിടെക്കിൻ്റെ ആവശ്യമൊന്നുമില്ല ആക്ച്വലി. ഓക്കെ, അതുകൊണ്ടാണ് ഒരുപാട് അപ്സ്കില്ലിംഗ് കമ്പനീസ് ഇത്തരം കോഴ്സസ് ഒക്കെ നമ്മുടെ ഒരു നോർമൽ പ്ലസ് ടുക്കാരന് ചെയ്യാവുന്ന രീതിയിൽ ഇത്തരം കോഴ്സസ് ഒക്കെ ഓഫർ ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു സമയം മേ ബി കഴിയും, അല്ലെങ്കിൽ അവിടെ കുറേ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യപ്പെടും AI വന്നിട്ട്. അതിനപ്പുറം നമ്മൾ രണ്ട് കാര്യങ്ങൾ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഇനി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നല്ല കോളേജിൽ പോകാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ ഇനി ഈവൻ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിനോട് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബെറ്റർ കോളേജിൽ പോയാൽ നിങ്ങൾക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. രണ്ട്, ആക്ച്വൽ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഒരു നോർമൽ കോഡിംഗ് എന്നുള്ളതിലപ്പുറം ഇനി ഇത്തരം AI സിസ്റ്റംസിനെ ആർക്കിടെക്ട് ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഒരു സിസ്റ്റംസ് തിങ്കിങ് ലെവലിലൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിലാണ് ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറുടെ ഒരു ജോബ് പ്രൊഫൈൽസ് ഇനി വരിക. അതിനുവേണ്ടി നമ്മൾ റെഡി ആവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആക്ച്വലി എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിക്സ്, മാത്തമാറ്റിക്സിൻ്റെ ബേസിക്സ് ഒക്കെ ഫണ്ടമെൻ്റലി വളരെ പ്രധാനമായി മാറുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? ഉണ്ട്. പക്ഷെ റൈറ്റ് ആളുകൾ വേണം അവിടെ പോവാൻ, അതും റൈറ്റ് കോളേജിൽ പോകണം എന്നുള്ളത് മനസ്സിലാക്കുക.